ഇന്ന് 6334 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 93 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5658 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 517 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 66 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. യുകെയിൽ നിന്നും വന്ന ഒരാൾക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ്-19 സ്ഥിരീകരിച്ചത്. അടുത്തിടെ യുകെയിൽ നിന്നും വന്ന 66 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. 6229 പേർ രോഗമുക്തി നേടി. 24 മണിക്കൂറിനിടെ 61279 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.34 ആണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. വാക്സിനേഷനിലൂടെ കോവിഡിനെ ഒറ്റക്കെട്ടായി ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. സഞ്ജീവനി ക്യാമ്പയിനിലൂടെ നെറ്റ്വർക്ക് 18 ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു. ഒരാൾ സുരക്ഷിതനല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് സഞ്ജീവനി ക്യാമ്പയിന്റെ ആപ്തവാക്യം. ഡോളർ കടത്ത് കേസിൽ ആരോപണ വിധേയനായ സ്പീക്കറെ മാറ്റണമെന്ന പ്രതിപക്ഷ പ്രമേയം നിയമസഭ തള്ളി. പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയതിനെ തുടർന്ന് വോട്ടെടുപ്പ് നടത്താതെയാണ് പ്രമേയം തള്ളിയത്. സ്പീക്കറെ കസ്റ്റംസ് ചോദ്യം ചെയ്യുമെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണെന്നും നിയമസഭയിൽ അഴിമതിയും ധൂർത്തുമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അന്വേഷണ ഏജൻസികളുടെ വഴിവിട്ട നീക്കങ്ങൾക്ക് പ്രതിപക്ഷം കൂട്ടുനിൽക്കുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചോദ്യോത്തരവേള പൂർത്തിയാകും മുമ്പേ സ്പീക്കർ ചേംബറിലേക്ക് മടങ്ങി. എം ഉമ്മർ പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെ സഭയിലേക്ക് വന്ന സ്പീക്കറെ ഭരണപക്ഷം ഡെസ്കിൽ തട്ടി വരവേറ്റു. ഡെപ്യൂട്ടി സ്പീക്കറുടെ കസേരയിലായിരുന്നു പിന്നീട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. പ്രമേയത്തിനെതിരെയുള്ള എസ് ശർമ്മയുടെ തടസ്സവാദത്തിൽ കഴമ്പുണ്ടെങ്കിലും സാങ്കേതികത മാറ്റിവെച്ച് പ്രമേയം അനുവദിക്കുന്നുവെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ റൂൾ ചെയ്തു. പദവിയുടെ മഹത്വം കാത്തുസൂക്ഷിക്കുന്നതിൽ സ്പീക്കർ പരാജയപ്പെട്ടെന്ന് എം ഉമ്മർ. ഇനി ഈ സഭ പിരിഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറെ വിളിച്ച് ചോദ്യം ചെയ്യാൽ അത് ഈ സഭയുടെ അന്തസ്സ് ഉയർത്തോ അതോ ഇകഴ്ത്തുമോ? അതാണ് പ്രസക്തമായ കാര്യം. പക്ഷേ ഇത് വ്യക്തിപരമായ പ്രശ്നത്തിനപ്പുറമായി കേരള നിയമസഭയുടെ അന്തസ്സിന്റെയും ആഭിജാത്യത്തിന്റെയും പ്രശ്നമാണ് സർ. സഭാ ടി വി, ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി, സഭയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പക്ഷപാതിത്വം, സർക്കാരിന്റെ ചട്ടുകമായുള്ള പ്രവർത്തനം, സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ ആരോപണങ്ങളുടെ പട്ടിക നീണ്ടു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ 164 ആണ് കൊടുത്തത്. ആ 164 വായിച്ചിട്ട് കോടതി എന്ത് പറഞ്ഞു? ഞാൻ അന്തം വിട്ടുപോയെന്നാണ് കോടതി പറഞ്ഞത്. ജഡ്ജി അന്തം വിട്ടെങ്കിൽ സാർ അത് മനസ്സിലാക്കുന്ന ജനങ്ങൾ ബോധം കെട്ട് വീഴില്ല സാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമകൃഷ്ണന് വോട്ട് ചെയ്ത ഒ രാജഗോപാൽ ഇത്തവണ പ്രതിപക്ഷത്തിന് ഒപ്പം നിന്നു. ഒരു സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കള്ളക്കടത്ത് കേസിൽ കുറ്റാരോപിതനായി നിൽക്കുന്നതും അഴിമതി ആരോപണങ്ങളുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നു എന്നതും വളരെ ഖേദകരമാണ്. സ്പീക്കർക്ക് സംരക്ഷണ കവചം തീർത്തും പ്രതിപക്ഷത്തെയും അന്വേഷണ ഏജൻസികളെയും കടന്നാക്രമിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർ, ഇപ്പോൾ ഈ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അടിത്തറ കിടക്കുന്നത് അവിടെയാണ്. കസ്റ്റംസിനും പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ ഉപനേതാവിനും അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും ശ്രീ ഒ രാജഗോപാലിനും ഒരേ വികാരമുണ്ടാകുന്നത് ഈ അടിത്തറയിൽ നിന്നാണ്. കസ്റ്റഡിയിലുള്ള ഒരു പ്രതി, ആ കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇവരുടെ ഭാഗമായി 164 തന്നെ ആവട്ടെ, അതൊരു വിശുദ്ധ വാചകങ്ങളായിട്ട് എടുക്കാൻ കഴിയുമോ സാധാരണക്കാർക്ക്? സ്പീക്കറുടെ മറുപടി കഴിഞ്ഞതോടെ പ്രമേയത്തിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടാതെ പ്രതിപക്ഷം സഭ വിട്ടു. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.